പ്രതിരോധ ബഹിരാകാശ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ UAE ധാരണ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ന് വൈകുന്നേരമാണ് ഇരു നേതാക്കളും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഒരു ഹ്രസ്വ സന്ദർശനമായിരുന്നുവെങ്കിലും തന്ത്രപ്രധാന തീരുമാനങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ, അല്ലേ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഹ്രസ്വ സന്ദർശനത്തിലൂടെ നിരവധി കരാറുകളിലാണ് ഇപ്പോൾ ഇന്ത്യയും UAEയും ഏർപ്പെട്ടിരിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് 4:20 കൂടിയാണ് ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലം സൈനിക എയർപോർട്ടിൽ എത്തുകയും അവിടെ വെച്ച് പ്രോട്ടോകോൾ മറികടന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ നിർണായകമായിട്ടുള്ള ഈ ഉഭയകക്ഷി ചർച്ചകളും മറ്റ് കരാറിൽ ഏർപ്പെടുന്ന ഇതിലേക്കും കടന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യയും UAEയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ഈ കരാറിലൂടെ വ്യക്തമാകും എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ബഹിരാകാശ മേഖലയിലും ഇന്ത്യയും UAEയും ഒരുമിച്ച് പ്രവർത്തിക്കും എന്നതും ഇന്നത്തെ സന്ദർശനത്തോടുകൂടി തീരുമാനമായി. ഇന്ത്യ വിക്ഷേപണ സൗകര്യങ്ങൾ, ഉപഗ്രഹ നിർമ്മാണം, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കും. ഗുജറാത്തിലെ ധൊലേരയിലെ നിക്ഷേപ കേന്ദ്രങ്ങളിൽ UAEയുടെ പങ്കാളിത്തം അതിനായിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചു. അതോടുകൂടി അന്താരാഷ്ട്ര വിമാനത്താവളം, പൈലറ്റ് പരിശീലന സൗകര്യം എന്നിവ സജ്ജമാക്കാൻ UAE ഇന്ത്യയെ സഹായിക്കും. ഒപ്പം തന്നെ ഇന്ത്യയിലേക്ക് പ്രതിവർഷം UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രതിവർഷം 0.5 ദശലക്ഷം മെട്രിക് ടൺ LNG വിതരണം ചെയ്യുന്നുള്ള കരാറിലും ഇരു രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഭക്ഷ്യസുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചു. ആണവ സഹകരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തി. അത് ഭാവിയിൽ ഒരു പ്രഖ്യാപനം അതിലുണ്ടാകും എന്ന സൂചന നൽകി. ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിന് UAE സഹായിക്കും എന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുന്നുണ്ട്. 2032 ആകുമ്പോഴേക്കും ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കിക്കൊണ്ട് അത് $200 ഉയർത്താൻ ലക്ഷ്യമിടുന്നു എന്നും വിദേശകാര്യ സെക്രട്ടറി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രവാസികൾക്കായുള്ള ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള UAEയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയെ UAE പിന്തുണച്ചു എന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ചുരുങ്ങിയ സമയത്തെ സന്ദർശനമായിരുന്നുവെങ്കിലും ഏറെ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു UAE പ്രസിഡന്റേത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ, സംഘർഷ സാഹചര്യങ്ങൾ അടക്കം ഇരു രാഷ്ട്ര തലവന്മാർ വിലയിരുത്തുകയും ചെയ്തു. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.